Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. സസക്സിലെ ഡ്യൂക്കായ ഹാരി രാജകുമാരന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറി അന്വേഷണങ്ങൾ നടത്തിയെന്ന കേസിൽ നിയമയുദ്ധം അവസാനിക്കാനായി ഗണ്യമായ നഷ്ടപരിഹാരം ഹാരി രാജകുമാരന് നൽകുവാൻ സൺ പത്രത്തിന്റെ ഉടമ തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റായ നീക്കങ്ങളിലുള്ള ആത്മാർത്ഥമായ ക്ഷമാപണവും അദ്ദേഹം നടത്തി. സൺ പത്രത്തിന്റെ ഉടമസ്ഥരായ ന്യൂസ് ഗ്രൂപ്പ് ന്യൂസ് പേപ്പേഴ്സിൽ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരും സ്വകാര്യ അന്വേഷകരും തന്റെ സ്വകാര്യ ജീവിതം കണ്ടെത്തുവാനായി നിയമവിരുദ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായാണ് ഹാരി രാജകുമാരൻ ആരോപിക്കുന്നത്. ഇത് പിന്നീട് പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർ മറച്ചുവെക്കുകയും ചെയ്തതായി അദ്ദേഹം തന്റെ കേസിൽ വ്യക്തമാക്കിയിരുന്നു. 1996 2011 ഇടയിൽ സൺ പത്രം നടത്തിയ ഗുരുതരമായ നുഴഞ്ഞുകയറ്റത്തിന് NGN ക്ഷമാപണം നടത്തി. അതോടൊപ്പം തന്നെ കോടതിയിൽ വായിച്ച ഒരു പ്രസ്താവനയിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പത്രത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ അന്വേഷകർ നടത്തിയതായി NGN സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഹാരി രാജകുമാരന്റെ അമ്മയായ ഡയാന രാജകുമാരിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്തിയതായി തുടർന്നുണ്ടായ ബുദ്ധിമുട്ടിൽ തങ്ങൾ ക്ഷമാപണം നടത്തുന്നതായും അവർ വ്യക്തമാക്കി. ഹാരിയും മുൻ ലേബർ ഡെപ്യൂട്ടി ലീഡറായിരുന്ന ടോം വാട്സണും ആയിരുന്നു 1996 മുതൽ 2011 വരെ പത്രപ്രവർത്തകരും സ്വകാര്യ അന്വേഷകരും നിയമവിരുദ്ധമായി വിവരശേഖരണം നടത്തിയെന്ന ആരോപണത്തിൽ ന്യൂസ് ഗ്രൂപ്പ് ന്യൂസ് പേപ്പേഴ്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. കുടുംബമായി UK സന്ദർശിക്കുവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തങ്ങളെ കബളിപ്പിച്ച ബർമിംഗ്ഹാം സ്വദേശിയായ മലയാളിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുമായി ഡോക്ടർ സൗമ്യ സെറിൻ രംഗത്ത് വന്നു. മനസ്സിൽ ദുഷ്ടതയും കൊടിയ വിഷവുമുള്ളവർക്ക് മാത്രമേ ഈ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് അവർ തന്റെ ഏറ്റവും പുതിയ ലൈവ് വീഡിയോയിൽ പറഞ്ഞത്. ഡിസംബർ 24 ആരംഭിച്ച UK സന്ദർശനത്തിന് മുൻപും അതിനുശേഷവും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മിസ്റ്റർ B എന്ന അവർ പരാമർശിച്ച UK മലയാളിയുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നതായി ഡോക്ടർ സൗമ്യ പറഞ്ഞു. UK യാത്രയ്ക്ക് മുമ്പ് അവരുടെ കേരളത്തിലെ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ മിസ്റ്റർ ബിയുടെ അമ്മ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നുമാണ് സൗമ്യ ലൈവിൽ പറഞ്ഞത്. അമ്മയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതുകൂടാതെ UK നിന്ന് മടങ്ങി എത്തിയതിനു ശേഷവും പൊതുവായ ചില സുഹൃത്തുക്കൾ വഴിയായി തങ്ങൾക്ക് നഷ്ടമായ ഭീമമായ തുക മിസ്റ്റർ ബിയിൽ നിന്നും തിരിച്ചുപിടിച്ച് പ്രശ്നം രമ്യതയിൽ തീർക്കുവാനും ശ്രമിച്ചിരുന്നു. എന്നാൽ ഒത്തുതീർപ്പ് ചർച്ചയിൽ വിചിത്രമായ 2 ആവശ്യങ്ങളാണ് മിസ്റ്റർ ബി ഉന്നയിച്ചത് എന്നാണ് സൗമ്യ പറയുന്നത്. ഒന്നാമത്തേത് തന്റെ പ്രായമായ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനുള്ള മാപ്പ് അപേക്ഷയാണ്. രണ്ടാമത്തേത് മിസ്റ്റർ ബി വഴിയായി ബുക്ക് ചെയ്ത റൂമുകൾ ക്യാൻസൽ ചെയ്തത് മൂലം അയാൾക്കുണ്ടായ മാനനഷ്ടത്തിന് ക്ഷമ ചോദിക്കലാണ്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ താനും ലൈവ് വീഡിയോയിൽ വന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് അയാൾ പറഞ്ഞതായും ഡോക്ടർ സൗമ്യ വെളിപ്പെടുത്തി. ബർമിംഗ്ഹാമിൽ 12 വയസ്സുള്ള ആൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയതിനെ തുടർന്ന് 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതായി വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ പോലീസ് അറിയിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4 മണിയോട് അടുത്ത സമയത്താണ് ഹോൾ ഗ്രീനിലെ സ്ക്രൈബേഴ്സ് ലെയിനിൽ സമീപം ഉദരത്തിൽ കുത്തേറ്റ നിലയിൽ ആൺകുട്ടിയെ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 7 മണിയോടെ മരണമടഞ്ഞു. അറസ്റ്റിലായ 14 വയസ്സുകാരന്റെ വിവരങ്ങൾ പ്രായപരിഗണന ഉള്ളതിനാൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മരണമടഞ്ഞ കുട്ടി ക്രൈസ്റ്റ് ചർച്ച് സെക്കൻഡറി അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രസ്തുത സ്കൂൾ വെബ്സൈറ്റിൽ മരിച്ച കുട്ടിക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവന പോസ്റ്റ് ചെയ്തിരുന്നു. തലസ്ഥാനമായ ലണ്ടനിൽ താമസിക്കുന്ന 12 പേരിൽ ഒരാളെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. തലസ്ഥാനത്തെ ക്രമരഹിതമായ ജനസംഖ്യാ അനുപാതത്തെക്കുറിച്ച് തെയിംസ് വാട്ടർ നടത്തിയ ഔദ്യോഗിക പഠനത്തിലാണ് 500 മില്യണിലേറെ അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. സ്ഥാപനത്തിന്റെ സേവനങ്ങൾ രഹസ്യമായി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുവാൻ ലക്ഷ്യമിട്ടാണ് അന്വേഷണം നടത്തിയത്. ഡിമാൻഡിനനുസരിച്ച് സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നടത്തിയ നീക്കങ്ങളാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തോത് പുറത്തു കൊണ്ടുവന്നത്. ദേശീയതലത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും EU ഇതര വിദേശ പൗരന്മാരുടെ നാഷണൽ ഇൻഷുറൻസ് രജിസ്ട്രേഷനും പഠിച്ചാണ് ഗവേഷണം നടത്തിയ എഡ്ജ് അനലിറ്റിക്സ് ഓരോ ലണ്ടൻ ബറോയിലും കണക്കെടുത്തത്. പഠനമനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 3,90,355 പേരെങ്കിലും ഉണ്ടാകുമെന്നും ഉയർന്നത് 5,85,535 പേരെങ്കിലും ഉണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഡൽഹിയിലെ AAP സർക്കാർ 382 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അഴിമതി സംബന്ധിച്ച 14 CAG റിപ്പോർട്ടുകൾ പുറത്തുവന്നതെന്നും എന്നാൽ ഒരെണ്ണം പോലും നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ സർക്കാർ അനുവദിച്ചില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നു. 10 വർഷത്തിൽ സംസ്ഥാനത്ത് ഒരു പുതിയ ആശുപത്രി പോലും നിർമ്മിച്ചിട്ടില്ലെന്നും CAG റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് സർക്കാർ നിർമ്മാണം തുടങ്ങിവെച്ച് 3 ആശുപത്രികൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ ആശുപത്രിയുടെ നിർമ്മാണത്തിൽ 5 വർഷത്തെ തടസ്സമുണ്ടായി. ടെൻഡർ തുകയേക്കാൾ 314.9 കോടി രൂപ അധികമായി ചെലവഴിച്ചു. ബുരാടി ആശുപത്രി 6 വർഷവും മൗലാന ആസാദ് സെന്റർ ആശുപത്രി 6 വർഷവും വൈകിപ്പിച്ചു.
മോഷ്ടാവിൽ നിന്നും കുത്തേറ്റ ചികിത്സയിലായിരുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ഇൻഷുറൻസ് തുക സംബന്ധിച്ചും വിവാദമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും താരം ആവശ്യപ്പെട്ട തുകയും അനുവദിച്ച തുകയും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതോടെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ബോളിവുഡ് താരങ്ങളടക്കമുള്ള പ്രമുഖരെയും സാധാരണക്കാരെയും രണ്ടു രൂപത്തിൽ പരിഗണിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ നടപടി വഞ്ചനയാണെന്നാണ് ചർച്ചകൾ. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ചികിത്സയ്ക്കായി 35.95 ലക്ഷം രൂപയാണ് സെയ്ഫ് ആവശ്യപ്പെട്ടത്. 25 ലക്ഷം രൂപ കമ്പനി അനുവദിച്ചു. ലീലാവതി ഹോസ്പിറ്റലിലെ 5 ദിവസത്തെ ചികിത്സാ ചെലവ് 26 ലക്ഷം രൂപ. താരത്തിന് ചെലവായത് 1 ലക്ഷം രൂപ മാത്രം. ചെറിയ ആശുപത്രികൾക്കും സാധാരണക്കാർക്കും ഇത്തരം ചികിത്സയ്ക്കായി ഇൻഷുറൻസ് കമ്പനികൾ കുറഞ്ഞ തുക മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നാണ് വിമർശനം. പല പേരുകൾ പറഞ്ഞ പൂർണ്ണ കവറേജ് നൽകുന്നില്ലെന്നും വിമർശകർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വാക്കിംഗ് ന്യൂമോണിയ വ്യാപകമാകുന്നുവെന്ന് ഡോക്ടർ. രോഗലക്ഷണങ്ങൾ പുറത്തുവരാൻ വൈകുമെന്നതാണ് ന്യൂമോണിയയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം. ഇപ്പോൾ 5 വയസ്സിൽ താഴെയുള്ളവർക്കും 5 മുതൽ 15 വയസ്സുവരെ ഉള്ളവർക്കാണ് ഇത്തരത്തിൽ അസുഖം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ളവർക്കും ഈ അപൂർവ രോഗം പിടിപെടാം. ഇത് മുതിർന്നവർക്കും വരാം. ഇതിന്റെ ലക്ഷണങ്ങൾ ചെറിയ പനി, നീണ്ടു നിൽക്കുന്ന ചുമ, ശ്വാസതടസ്സം, തൊണ്ടവേദന, തൊലിപ്പുറത്ത് തിണർപ്പ് എന്നിവയെല്ലാം ഉണ്ടാകാം. 5 ദിവസത്തിൽ കൂടുതൽ ചുമ നീണ്ടുനിന്ന് ഡോക്ടറെ കാണണം. സമ്പർക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം പകരുന്നത്. രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ ശ്വാസകോശത്തുള്ളികളിലൂടെ പടരും. മറ്റു രോഗങ്ങളുള്ള കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇനി കായിക വാർത്തകൾ. 10 വർഷത്തിനു ശേഷം രഞ്ജി ട്രോഫി കളിക്കുന്ന രോഹിത് ശർമ്മ, 7 വർഷത്തിനു ശേഷം ഡൽഹി ടീമിലേക്ക് മടങ്ങിയെത്തുന്ന ഋഷഭ് പന്ത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സീസണിന്റെ 2ാം പാദത്തിൽ നിന്ന് തുടക്കമാകുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്ന സൂപ്പർ താരങ്ങളാണ് പ്രധാന ആകർഷണം. ദേശീയ ടീം അംഗങ്ങളും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന BCCIയുടെ കർശന നിർദ്ദേശമാണ് രോഹിത്തിനെയും പന്തിനെയും ശുഭ്മാൻ ഗില്ലിനെയും രവീന്ദ്ര ജഡേജയുമെല്ലാം രഞ്ജിയിലേക്ക് തിരിച്ചെത്തിച്ചത്. ജമ്മു കാശ്മീരിനെതിരെ ഇന്ന് ആരംഭിക്കുന്ന മത്സരത്തിൽ അജിൻക്യ രഹാനെ നയിക്കുന്ന മുംബൈ ടീമിലാണ് രോഹിത്തും അണിനിരക്കുക. ഇന്ത്യൻ ടെസ്റ്റ് ഓപ്പണർമാരായ രോഹിത്തും യശസ്വി ജയ്സ്വാളും മുംബൈ ബാറ്റിംഗിന് തുടക്കമിടും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.44 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.